രണ്ടാമത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ തംബ്നെയിൽ കണ്ടാണ് ഇത് ലൂട്ട് ഓഫ് ദ ഇയർ ആണ് ആക്ച്വലി. ഓക്കെ, ഒരാളെപ്പോലും റഫറോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വിഡ്രോവൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 300 രൂപ എഴുതി വെച്ച് ഈ സാധനം ഓവറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ മിനിമം 300 രൂപ കിട്ടും. അതിപ്പം ഏത് യു പി ഐ ആപ്പ് ആയാലും, ഗൂഗിൾ പേ ആയാലും, ഫോൺ പേ ആയാലും, ഏത് യു പി ഐ ആപ്പിലോട്ടേക്ക് കിട്ടും, പേടിഎം വാലറ്റ് കിട്ടും, ബാങ്ക് ട്രാൻസ്ഫർ കിട്ടും. ഇതിൽ കൂടുതൽ എന്ത് വേണ്ട. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ വീഡിയോ ഒക്കെ മസ്റ്റായിട്ട് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ തുടങ്ങും. വേറൊരു പണിയുമില്ല, വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ തുടങ്ങാം. ഓക്കെ, സോ ഈ ഒരു ലൂട്ട് ഓവർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ രണ്ടാമത് വീഡിയോ എടുക്കുന്നത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ സെയിം ലൂട്ടിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് കാണാണ്ടായി. കാരണം അങ്ങനത്തെ ഒരു ലൂട്ടായതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് കാണാം. അതിൻ്റെ രണ്ടാമത് വേറൊരു ആപ്പ് മാറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക. ക്ലിക്ക് ബേറ്റോ കാര്യങ്ങളോ ഒരു സംഭവമല്ല. മേ ബി ഓവർ ആയാലും കമൻറ്റ് വരും, സംഭവം ഫേക്കാണ്, ഓൾവേസ് ഫേക്ക്, മണി ഏണിങ് കമ്മ്യൂണിറ്റിയെ ഫേക്കാണെന്ന് പറഞ്ഞ രീതിയിൽ വരും. ഓക്കെ, സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ടൈം ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല. ഫസ്റ്റായിട്ട് വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. പഴയ ടെലിഗ്രാം ചാനൽ പോയിട്ടിട്ട് പുതിയതിൽ പോയി ജോയിൻ ആക്കുക. ലിങ്ക് താഴെ ഉണ്ട്. ഇത്ര മാത്രമേ പ്രൊസീജിയേഴ്സ്. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. നിങ്ങൾ ആക്കേണ്ടത് എന്താ വെച്ചാൽ നേരെ നിങ്ങളെ മെയിലിലോട്ടേക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ടേക്ക് പോവാം. അതിൽ ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു മെയിൽ ചെക്കാക്കുക. ഓക്കെ, എൻ്റെ അടുത്തൊരു 10 മെയിലുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഉണ്ടാക്കിയ ഒരു മെയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ജിമെയിൽ എടുത്ത് വെക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒരു 10 അല്ല 4-5 8 ജിമെയിൽ ഉണ്ടാവില്ല. അതിനുശേഷം ആ ഒരു മെയിലിലോട്ടേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ഓഫേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതേ കണക്കത്തെ ഈ ഒരു 95% ഓഫ് ഓൺ എനിക്കിപ്പോൾ ഇവിടെ പെസ്സ കാണിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്നാപ്ചാറ്റ് കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പോ ഗെയിമോ ഒന്നും കാണിക്കും. ഇങ്ങനെ ഈ 95% ഓഫ് എന്നുള്ളത് മാത്രം നോക്കുക. ചിലപ്പോൾ 50% ഓഫ് എന്നിട്ടുണ്ടാവും. ഇതിൽ 95% ഓഫ് എന്നില്ല മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഇതിൽ എല്ലാ മെയിലും ചെക്ക് ചെയ്യുക. ഈ ഒരു കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഉണ്ടാക്കിയ മെയിലെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിലെല്ലാം ഇങ്ങനത്തെ ഒരു ഓഫർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതെന്താ ജിമെയിൽ എടുക്കാം, നോട്ടിഫിക്കേഷൻ്റെ ഓഫേഴ്സ് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു 10 മെയിലും ചെക്ക് ചെയ്ത് ലാസ്റ്റത്തെ മെയിൽ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ മെയിലാണ് കിട്ടിയത്. അതിനുശേഷം നേരെ പോവുക ടാസ്ക്, ലൈക്ക് ആ ഒരു മെയിലിൽ തന്നെ, ലൈക്ക് ആ ഒരു ജിമെയിലിൽ തന്നെ ടാസ്ക് ഒപ്പീനിയൻ റിവാർഡ് കൺവേർട്ടർ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഈസി പ്രൊസീജിയർ, വെറും 5 മിനിറ്റത്തെ കാര്യമില്ല 300 രൂപ കിട്ടാൻ. ഓവറായി എന്നെ പറയണ്ട. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നേരെ ഗൂഗിൾ പേയിലോട്ടേക്ക് പോകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ വാലറ്റിൽ ഒരു 30 രൂപ റീഡിങ് കോഡ് ഉണ്ടായാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഗൂഗിൾ പേയിലോട്ടേക്ക് വന്ന ഒരു 30 രൂപേൻ്റെ റീഡിങ് കോഡ് ഉണ്ടാക്കാൻ ഇത് മസ്റ്റായിട്ടും ആക്കണം. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ സംഭവം മനസ്സിലാവും. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് റീഡിങ് കോഡ് നിങ്ങൾ ആ ഒരു മെയിലില്ലേ, ആ ഓഫർ കിട്ടിയ ആ മെയിലിൽ വാലറ്റ് ബാലൻസിലോട്ടേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി, ഗൂഗിൾ പേ ബാലൻസിലോട്ടേക്ക്. ഞാൻ ഇപ്പം നേരെ പോയിട്ട് നമ്മൾ ഗൂഗിൾ പേയിൽ പ്ലേ സ്റ്റോർ റീഡിങ് കോഡ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ വേറെ വഴിയുണ്ട് റീഡിങ് കോഡ് ഇട്ടാനല്ലേ. ഓക്കെ, സോ ഞാനിവിടെ അത് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ആയി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മെയിൽ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ജിമെയിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ജിമെയിൽ തന്നെ ആവണം. ഓക്കെ, അതിനുശേഷം യൂസ് കോഡ് നിന്ന് എടുക്കുമ്പോൾ ഡയറക്റ്റ് അതിലോട്ടേക്ക് 30 രൂപ ആ ഒരു അക്കൗണ്ടിലോട്ടേക്ക് ആഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നേരെ അതിന് പിന്നെ ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ടിൽ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടി കൊടുത്ത ശേഷം നേരെ നമ്മൾ മറ്റേ ആപ്പിലോട്ടേക്ക് വന്ന് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, സോ വീണ്ടും ഡൺ അടിക്കാം. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ അപ്ഡേറ്റ് എടുത്ത ശേഷം പുതിയൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിങ്ങളുടെ ഇത് മെയിൽ മറ്റേ മെയിലായിരിക്കണം. ഓക്കെ, ഏത് മെയിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മറ്റേ മെയിൽ, മൊബൈൽ നമ്പർ, പാസ്വേഡ് ഇതൊക്കെ കൊടുക്കുക. ഓക്കെ, മെയിൽ ഏതാണെന്ന് മനസ്സിലായാലും നോട്ടിഫിക്കേഷൻ വന്ന ഓഫർ കിട്ടിയ മെയിലാവണം. അതിനുശേഷം നിങ്ങൾക്കിടാം ഒരു സെൻഡ് ലിങ്ക് വെരിഫിക്കേഷൻ അടിച്ച ശേഷം നിങ്ങൾ ജിമെയിലോട്ടേക്ക് ഒരു ഇത് വരും. അതിനുശേഷം ആ ഒരു വെരിഫിക്കേഷൻ കോഡിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ആക്കുക. ഓക്കെ, സോ അതിനുശേഷം നേരം ആപ്പിലോട്ടേക്ക് വരിക. ഓക്കെ, ആപ്പിലോട്ടേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഓൾറെഡി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കിയിട്ട് വീണ്ടും ഇതാക്കിയാൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ആപ്പിലോട്ടേക്ക് വന്ന് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും കുറേ എമൗണ്ട്. അതിൽ 500 എന്നുള്ള ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്ക് ആ ഒരു ഓഫറിൽ 500 വരെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 500 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന, അതിനുശേഷം ഡയറക്റ്റ് ഗൂഗിൾ പേ ബാലൻസ് 30 രൂപ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഗൂഗിൾ പേ ബാലൻസ് വെച്ചിട്ടേ വാങ്ങാൻ പറ്റുമല്ലോ. അതിനുശേഷം ബൈ എന്നുള്ള കൊടുക്കുക. ഓക്കെ, മേ ബി നിങ്ങൾ യു പി യൂസ് ചെയ്താൽ കൺട്രി ശരിയില്ല എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നിങ്ങൾ ബൈ എന്നുള്ള മാത്രം കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം ആ ഒരു ഓഫറിൽ കാണാൻ പറ്റും മാക്സിമം 100. എൻ്റെ 100 ആകല്ല 500, എൻ്റെ 500 കാണിച്ചിന്. അതിനുശേഷം ആ ഒരു മെയിലിൻ്റെ പാസ്വേഡും ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തതിന്
കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. 30 രൂപ കൊടുത്ത് നമ്മൾ 500 രൂപേൻ്റെ ഒരു ടോക്കൺസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അത് കൺവേർട്ട് ആക്കുക, അത്ര മാത്രമേ പണിയിലും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൺവേർട്ട് എന്നുള്ള ഭാഗത്ത് താഴെ കാണാൻ പറ്റും. ആ കൺവേർട്ടിലോട്ടേക്ക് പോവുക. ഇവിടെ ടോക്കൺ പർച്ചേസ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ടോക്കൺ പർച്ചേസ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. നമ്മൾ 30 രൂപ കൊടുത്തിട്ട് 500 രൂപേൻ്റെ ടോക്കൺ വാങ്ങി. ഇനി നമ്മളിത് വിഡ്രോ അടിക്കാൻ പോവുകയാണ്. ഇത് ആക്ച്വലി ഗൂഗിളിൻ്റെ ഒരു ഓഫറാണ്. ആ ഒരു ഓഫറിൻ്റെ ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ട് നമ്മൾ 500 രൂപേൻ്റെ സാധനം വാങ്ങുന്നു, ആ ഒരു കൂപ്പൺ കോഡ് വിഡ്രോ അടിക്കുന്നു. ഓക്കെ, അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നില്ല. അപ്പം നമുക്കിവിടെ വിഡ്രോ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൺവേർട്ടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം എല്ലാവിധ വിഡ്രോ ഉണ്ട്. അതിലിപ്പോൾ ഞാൻ UPI VPI കൊടുക്കുന്നില്ല. ഗൂഗിൾ പേ നമ്പർ വേണമെങ്കിൽ കൊടുക്കുക, പേടിഎം UPI പേടിഎം വാലറ്റ് ഏത് വേണമെങ്കിലും കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ UPI VPI എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ എൻ്റെ UPI ID പോയിട്ട് അവിടെ അടിക്കുക. നിങ്ങൾക്ക് ഏതാ വിഡ്രോ വേണ്ടി വെച്ചാൽ അത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ UPI ID കൊടുക്കുകയെന്ന്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിൾ പേ നമ്പറാണ്, ഗൂഗിൾ പേ നമ്പർ. ഇവിടെ ഇപ്പോൾ ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ നേരെ നമ്മളെ UPI ID കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം കൺഫേം എന്നില്ല കൊടുക്കുന്നത്, കൺഫേം എന്നില്ല കൊടുക്കുക. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ലോഡിംഗ് ആണ്. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ആക്കുക. അതായത് പേ ഔട്ട് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി കൊടുത്തിട്ടുണ്ട്, പേ ഔട്ട് ഇതാക്കിയിട്ടുണ്ട്. നേരെ ഹിസ്റ്ററിയിലോട്ടേക്ക് പോവാം. ഓക്കെ, സോ ഹിസ്റ്ററിയിലോട്ടേക്ക് പോയതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഞാൻ അവിടെ കാണിച്ചു തരാം. നമുക്ക് ഈ 500 രൂപ 200 രൂപ ടാക്സ് പോയിട്ട് 300 രൂപ ബാക്കി കിട്ടും. നമ്മൾ ആക്ച്വലി 300 രൂപ കൊടുത്തിട്ട് 500 രൂപേൻ്റെ ഒരു ടോക്കൺ വാങ്ങി, അത് നമ്മൾ ആ ടോക്കൺ സെയിലാക്കി ടാക്സ് പോയിട്ട് 300 രൂപേൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് സംഭവം ആക്ച്വലി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലൂട്ടാക്കാം. വേറെ ഫോണിൽ വേറെ UPI ID കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലൂട്ടാക്കാം. അല്ലെങ്കിൽ പേടിഎം നമ്പർ കൊടുത്തിട്ട് ബാങ്ക് കൊടുത്തിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ലൂട്ടാക്കാം. അതിൽ വിദഗ്ധന്മാരുണ്ടെങ്കിൽ അവർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഒരു 7 ദിവസത്തിലുള്ള സാധനത്തിൻ്റെ പേ ഔട്ട് കിട്ടും. അതിൻ്റെ പേ ഔട്ട് വിൽ ബി 27 ഡിസംബർ, അതിന് ബിഫോർ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്തായാലും പേ ഔട്ട് കിട്ടുന്നതായിരിക്കും. ലൂട്ട് ഓവർ ആവോ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഇതിന് മുമ്പ് വേറെ ആപ്പ് ഇത് കണക്ക് ചെയ്തിട്ട് സംഭവം ഓവറായിനും. ഇത് ഓവറാവോ കാര്യങ്ങളൊന്നും അറിയില്ല. വീഡിയോക്ക് മസ്റ്റായിട്ട് ലൈക്ക് അടിച്ചു വെക്കുക. ഇതേപോലെ നല്ല ലൂട്ട്സുമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ ടെലിഗ്രാം ചാനൽ, പുതിയ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ബൈ.